നേതൃമികവിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും സൂക്ഷ്മ വിലയിരുത്തലിൻ്റെയും പാടവം കൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി വ്യത്യസ്ത സംരംഭങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയാണ് AV അനൂപ് എന്ന വേറിട്ട മലയാളി. വ്യവസായം, ടൂറിസം, ആയുർവേദം, ചലച്ചിത്രം, നാടകരംഗം, നിർമ്മാണ മേഖല, ആരോഗ്യ വിദ്യാഭ്യാസം തുടങ്ങി AVA ഗ്രൂപ്പ് കൈവയ്ക്കാത്ത മേഖലകൾ വിരളം. പക്ഷേ ആരവങ്ങളും ആർഭാടവുമില്ലാതെ എല്ലാ രംഗത്തും വിജയത്തിൻ്റെ കൈമുദ്രണം പതിപ്പിച്ച് മുന്നേറുമ്പോൾ ഈ പ്രതിഭയുടെ സമീപന രീതി തന്നെ ഒരു സന്ദേശമാവുകയാണ്. യാദൃശ്ചികതകളുടെ ജീവിതത്തിൽ എല്ലാം ഒരു നിയോഗം പോലെ തന്നിലേക്ക് തന്ന പോയ കാലത്തെക്കുറിച്ചും അധ്വാനത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും സമകാലത്തെക്കുറിച്ചും പറയുകയാണ്. ജീവിതം പുല്ലാങ്കുഴൽ നാദം പോലെ മൃദുലമാക്കിയ കഥ 2 ഭാഗങ്ങളിലായി. തുടരുന്ന നാദവിസ്മയം. അതിവേഗ വികസനത്തിൻ്റെ ത്വരിതപാതയിലാണ് എറണാകുളം എന്ന വ്യാവസായിക തലസ്ഥാന നഗരം. പുതുസംരംഭങ്ങളും അന്തർദേശീയ പ്രസ്ഥാനങ്ങളും വല്ലാർപാടവും സ്മാർട്ട് സിറ്റിയുമൊക്കെ എറണാകുളത്തെ വളർച്ചയുടെ വ്യത്യസ്തതകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയുമാണ്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിൻ്റെ ഉപഗ്രഹ നഗരമായ ആലുവയും ആ ആരവങ്ങൾക്കിടയിലാണ്. ആലുവ നഗരത്തെ തൊട്ടുരുമിക്കിടക്കുന്ന ദേശീയപാതയ്ക്ക് ഇരുവശവും മന്ദിര സമുച്ചയങ്ങളും വ്യവസായ സംരംഭങ്ങളും വളർന്നെത്തുമ്പോൾ അതിനൊപ്പം ഉയരുന്ന നഗരത്തിരക്കും നമ്മെ അമ്പരപ്പിക്കുകയാണ്. പക്ഷേ പെരിയാറിൻ്റെ സ്വച്ഛന്ത സാന്നിധ്യം ഈ ആലുവയ്ക്ക് ഇന്നുമുണ്ട്. നിശ്ചലമായി ഒഴുകിക്കൊണ്ട് കാൽപ്പനികതയ്ക്കപ്പുറം വേറിട്ടൊരു ദൃശ്യപ്പൊലിമ എന്നും പകരുകയാണ് ഈ പെരിയാർ. ആലുവ മണപ്പുറവും ശിവസാന്നിധ്യവും അകലങ്ങളിൽ നിന്നും പറന്നെത്തുന്ന ദേശാടന കിളികളുമെല്ലാം നന്മയൂർന്ന മലയാളത്തിൻ്റെ വിശുദ്ധിയുടെ ചാമരം വീശുകയാണ്. ഈ കാഴ്ചകൾ ചേതോഹരമാകുമ്പോൾ ഇവിടെയും ബഹുനില മാളികകൾ കാലത്തിൻ്റെ അനിവാര്യത പോലെ ഉയർന്നു പൊങ്ങുകയാണ്. ആലുവ മണൽ തീരത്തിനും പനിനീരൊഴുകുന്ന പെരിയാറിൻ്റെ തീരത്തിനും സമീപത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന പെരിയാർ സാൻസ് എന്ന ബഹുനില മന്ദിരം. ഇവിടെയാണ് AV അനൂപ് എന്ന ബഹുമുഖ പ്രതിഭയുടെ ഒഴിവുകാല വസതി. തൃശ്ശൂരിൽ ജനിച്ച് എറണാകുളത്തും തിരുവനന്തപുരത്തുമായി വളർന്ന് ചെന്നൈയിലെത്തി ഇന്ത്യയൊട്ടാകെ വ്യാപിച്ച വ്യവസായ സാമൂഹ്യ സംരംഭങ്ങളിലൂടെ മലയാളി പ്രതിഭയുടെ കൈമുദ്രണം ചാർത്തിയ അനൂപ് മലയാളത്തിൻ്റെ നനുത്ത ഈ പ്രഭാതം ആസ്വദിച്ച് പുലർകാല നടത്തത്തിലാണ്. യോഗയും ബാഡ്മിൻ്റനും നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയ അനൂപ് പെരിയാർ തീരത്തെ ഈ നിമ്നോന്നതങ്ങളിലെത്തുമ്പോൾ 1 മണിക്കൂർ നടത്തമെന്നത് നിഷ്കർഷയുടെ ഭാഗമാണ്.
അപ്പോഴേക്കും കേരളത്തിലെ കോർപ്പറേറ്റ് കാര്യങ്ങൾ നോക്കുന്ന നിഖിൽ എത്തുകയായി. നിതിൻ എത്തുകയായി. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു അവലോകനം, ഒപ്പം നിർദ്ദേശങ്ങളും. വ്യാവസായിക രംഗത്തും ചലച്ചിത്ര നിർമ്മാണ രംഗത്തും സജീവമായി കഴിഞ്ഞിരിക്കുന്ന അനൂപ് അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇനി വായനയുടെ വേളയാണ്. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ചലച്ചിത്ര മേഖലകളിൽ ചെറുതല്ലാത്ത പങ്കുവഹിക്കുന്ന അനൂപിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മവും ഗഹനവുമായ അവലോകനമുണ്ട്. അതിനൊരുക്കം കൂട്ടുകയാണ് ഈ പരന്ന വായനയിൽ. അതിന് ഊർജം പകരാൻ വിജയം നൽകുന്ന പഴച്ചാറും. വാർത്താവിനിമയ രംഗത്തിന്റെ വളർച്ചയും സ്വാതന്ത്ര്യവും വ്യാവസായിക പ്രവർത്തനങ്ങളിലും ആസ്വദിക്കുന്ന അനൂപിന് ഈ ഫോൺ നിർദ്ദേശങ്ങളൊക്കെ വിലപ്പെട്ടതാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി ഔദ്യോഗിക കാര്യങ്ങളിലേക്ക്. കേരളത്തിൽ 2 ദിവസത്തെ ഇടവേളയ്ക്കെത്തിയ അനൂപിന് ഇവിടെ മെഡിക്കൽ കോളേജിന്റെ മീറ്റിംഗിലും ചലച്ചിത്ര സംരംഭത്തിന്റെ യോഗത്തിലും പങ്കെടുക്കേണ്ടതുണ്ട്. ആ യാത്രയിലാണ് എറണാകുളത്തെ ദേശീയപാതയിലൂടെ. നഗരത്തെ കണ്ടറിഞ്ഞാണ് സംതൃപ്തമായ ഈ യാത്ര. അതെ, ഈ നഗരത്തിന്റെ മാറ്റങ്ങൾ അനൂപും അറിയുകയാണ്. ഒരുപക്ഷെ ആ മാറ്റങ്ങൾക്ക് പരോക്ഷ സാന്നിധ്യമാകാൻ ചെറുതല്ലാത്ത പങ്കുവഹിച്ചതിന്റെ ചാരിതാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട്. മുപ്പത് വർഷം മുമ്പ് അനൂപ് കണ്ട എറണാകുളമല്ല ഇത്. അതിവേഗം ബഹുദൂരം വളരുന്ന ഈ നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക വ്യാവസായിക രംഗങ്ങളിൽ ഒരു നിയോഗം പോലെ കടന്നു വന്നതിന്റെ സന്തോഷത്തിലാണ് അനൂപ്. തൃശൂരിന്റെ ഗ്രാമീണ ഭൂവിൽ ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശമേറ്റ തറവാട്ടിൽ സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ മകനായി ജനിച്ച അനൂപ് തികച്ചും അസാധാരണമായ ജീവിതത്തിലേക്ക് യാദൃച്ഛികതകളിലൂടെ സഞ്ചരിച്ചെത്തുകയായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനായ പിതാവ് AG വാസവന്റെയും ഭാര്യ ലില്ലിയുടെയും 3 മക്കളിൽ ഏക മകനായിരുന്നു അനൂപ്. ഞാൻ ജനിക്കുന്നത് തൃശ്ശൂരിലാണ്, പ്രോപ്പർ തൃശ്ശൂർ തന്നെയാണ്. വിദ്യാഭ്യാസമാണെങ്കിൽ തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം, പിന്നീട് തിരുവനന്തപുരം. അച്ഛൻ ട്രാൻസ്ഫറായി പോകുന്നതുകൊണ്ട് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കാണാനും അവിടെയുള്ളവരുമായിട്ട് ഇടപഴകാനും കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടപെടലുകളിലൂടെ
വ്യത്യസ്ത സ്കൂളുകളിലേക്ക് ചേക്കേറിയ സാധാരണക്കാരനായ ബാലൻ പഠിത്തത്തിലും ശരാശരിക്കാരനായിരുന്നു. പക്ഷേ സ്വന്തം ലോകവും ഏകാന്തതയുമൊക്കെയായിരുന്നു ചെറുപ്പത്തിന്റെ താല്പര്യം. ഒപ്പം വായനയും. കുടുംബത്തിൽ നിന്നും കിട്ടിയ അറിവിനൊപ്പം വായനയിലൂടെയും ശ്രീനാരായണ ഗുരുവിനെ അക്കാലത്ത് അനു അടുത്തറിഞ്ഞു. ഞാനൊരു വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ അങ്ങനെ ഒരു കൂടുതൽ ആക്ടിവിറ്റീസ് ഒന്നും, പ്രത്യേകിച്ചൊരു നാണം കുണിയായിരുന്നു. അതേസമയം വികൃതി വളരെ കൂടുതലായിരുന്നു എന്ന് അമ്മ പറയാറുണ്ട്. മറ്റു കുട്ടികളിൽ നിന്ന് വളരെ ഏറെ വികൃതി കാണിക്കുമായിരുന്നു. പക്ഷെ മറ്റുള്ള ഒരു വാസനകളൊന്നും, കലാവാസനയോ അങ്ങനെയുള്ളതൊന്നും അന്ന് പുറത്തു വന്നിരുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥനായ പിതാവിന്റെ സ്ഥലമാറ്റത്തെ തുടർന്ന് പഠനവും പഠന കേന്ദ്രങ്ങളും മാറി മാറി വന്നു. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോയി, കോഴിക്കോട് നിന്ന് എറണാകുളം വന്ന്, അത് കഴിഞ്ഞാണ് തിരുവനന്തപുരം വരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തുന്നത് 70കളുടെ അവസാനത്തിലാണ്. അതോടൊപ്പം കോളേജ് പഠനവും ആരംഭിച്ചു. തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജായിരുന്നു തട്ടകം. ബാല്യം പിന്നിട്ടതോടെ മനസ്സിലെ സർഗവാസനയും കലാവാസനയും അനുവിലുണർന്നു. കഥയെഴുത്തും പഠനവും മാത്രമല്ല, കലാരംഗത്തും സാന്നിധ്യമറിയിച്ചു. അന്ന് അനൂപിന്റെ സ്റ്റേജ് നാടകങ്ങളുടെ അരങ്ങേറ്റ വേദി കൂടിയായി MG കോളേജ്. കോളേജിൽ ചെന്നതിന് ശേഷമാണ് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ഞാൻ അങ്ങനെ കോളേജിന് വേണ്ടി ഇവൻ കായിക രംഗത്തായാലും ഷട്ടിൽ ബാഡ്മിൻ്റൺ പ്ലെയറായി മാറി, കോളേജിനെ റെപ്രസെൻ്റ് ചെയ്തു. പിന്നീട് ചെന്നൈയിൽ പല ക്ലബ്ബുകൾക്കും വേണ്ടി കളിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയം തുടങ്ങി, നാടകം, അഭിനയം തിരുവനന്തപുരത്ത് MG കോളേജ് പഠിക്കുന്ന കാലം മുതലേ അഭിനയം തുടങ്ങി. അന്നും ഈ പറഞ്ഞ മാതിരി പലപ്പോഴും സമരമൊക്കെ ആയിട്ട് അപ്പോൾ ക്ലാസ് നടക്കുന്ന ദിവസങ്ങൾ വളരെ കുറവായിരുന്നു. ഞാൻ വായിക്കുമായിരുന്നു, മലയാള പുസ്തകങ്ങൾ പലതും വായിക്കുമായിരുന്നു, പിന്നെ എഴുതാറുണ്ടായിരുന്നു. പലപ്പോഴും അന്നത്തെ പല മാസികകളിലും ഞാൻ എഴുതിയത് വന്നിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെയൊക്കെ ടച്ച് വിട്ടുപോയി. പക്ഷേ ബിരുദ പഠനത്തിന്റെ 2ാം വർഷം പിതാവിന്റെ അപ്രതീക്ഷിത മരണം കടന്നു വരികയായിരുന്നു, ഒരു ഇടിത്തി പോലെ. പെട്ടെന്ന് അനിശ്ചിതത്വത്തിലായ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ചുമതലയും അനൂപിന്റെ കരങ്ങളിലായി. എന്നെ രൂപപ്പെടുത്തുന്നത് എനിക്ക് കിട്ടിയ അവസരം തന്നെയാണ്. അച്ഛൻ്റെ മരണവും 19ാമത്തെ വയസ്സിൽ കുടുംബഭാരം ഏറ്റെടുത്തു. എൻ്റെ ഒരു സഹോദരിയുടെ വിവാഹം ഞാൻ നടത്തി കൊടുക്കേണ്ടതായി വന്നു. അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാനൊരു ചെറിയ സൈഡ് ബിസിനസ്സൊക്കെ തുടങ്ങിയിരുന്നു. അച്ഛൻ്റെ ഒരു ആഗ്രഹം എന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അത് തീരെ പ്രതീക്ഷിക്കാതെ അച്ഛൻ സർവീസിലിരിക്കുമ്പോൾ മരിക്കുന്നു. ഞാനന്ന് ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിയാണ് തിരുവനന്തപുരത്ത് MG കോളേജിൽ. അത് കഴിഞ്ഞ് പിന്നെ ഗവൺമെൻറ് ജോലിക്ക് എനിക്ക് അർഹതയുണ്ടായിരുന്നു, ഡൈയിങ് ഇൻ ഹാർനസ്. അപ്പോൾ അതുമായിട്ടൊക്കെ ഞാൻ പല സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുകയും ഈ ബ്യൂറോക്രസിയെ പറ്റി മനസ്സിലാക്കുകയും. അച്ഛന്റെ സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു സംഭവ പരമ്പര കൂടി അങ്ങ് ചെന്നൈയിൽ നടക്കുകയായിരുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥനായ ഡോക്ടർ KP സിദ്ധൻ രൂപം കൊടുത്ത മെഡിമിക്സ് എന്ന ആയുർവേദ സോപ്പ് കമ്പനി ഒരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയതായിരുന്നു തുടക്കം.
കമ്പനി നടത്താൻ വിശ്വസ്തനായ അനന്തരവനെ തിരയുകയായിരുന്നു ഡോക്ടർ സിദ്ധൻ. അങ്ങനെ ചെന്നൈയിൽ നിന്നും ഫോൺ വിളികളും കത്തും അനൂപിനെ തേടി തിരുവനന്തപുരത്തേക്ക് വന്നു. അപ്പോൾ അന്ന് മെഡിമിക്സിൻ്റെ ചെന്നൈയിലുള്ള ഒരു ചെറിയ ഫാക്ടറിയാണ്. അവിടുത്തെ കുറച്ച് തൊഴിലാളികളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു സമരം വരികയും കമ്പനി അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അദ്ദേഹം റെയിൽവേയിൽ ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന് ആ ഉദ്യോഗം വിടാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എന്നോട് ചോദിച്ചതാണ് തിരുവനന്തപുരത്തുനിന്ന് ചെന്നൈയിൽ വന്ന് ഇത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുമോ. ഒരു വലിയ ചലഞ്ചാണ്. കാരണം ഫാക്ടറി മൂടിക്കിടക്കുകയാണ്, തൊഴിലാളി പ്രശ്നമാണ്. കൂടുതലും കേരളത്തിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ നേരിട്ടുകൊണ്ട് ഇതിന് നല്ല സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഒരു കത്ത് മൂലം തന്നെയാണ് എന്നെ അറിയിച്ചത്. ഞാനത് വീട്ടുകാർക്കൊക്കെ വളരെ എതിർപ്പായിരുന്നു. കാരണം കയ്യിൽ കിട്ടിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ വേണ്ട എന്ന് പറയുന്നത്. എങ്കിലും അത് ഞാൻ ധൈര്യമായി ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് 1983 ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നത്. അങ്ങനെ 1983 വലിയ മോഹങ്ങളോ പ്രതീക്ഷകളോ ഒന്നുമില്ലാതെ കേരളീയ ക്യാമ്പസ് ജീവിതത്തിന്റെ നന്മകൾ ഓർമ്മകളാക്കി മാറ്റി അനൂപ് ചെന്നൈയിലേക്ക് വണ്ടി കയറി. കിട്ടുമായിരുന്ന സർക്കാർ ജോലി ഉപേക്ഷിച്ചുകൊണ്ട്. പക്ഷേ ചെന്നൈ നഗരം നീട്ടിയ വെല്ലുവിളി നിശ്ചയദാർഢ്യവും അധ്വാനവും കൊണ്ട് കീഴടക്കാൻ കഴിഞ്ഞതായിരുന്നു പിന്നീടുള്ള ചരിത്രം. ഈ മഹാനഗരത്തിന്റെ വിഹുലതകളൊന്നും അനൂപിനെ അമ്പരപ്പെടുത്തിയില്ല. എൻ്റെ മനസ്സിൽ അത്ര വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ആകെ അമ്മാവൻ പറഞ്ഞിട്ടുള്ള ഈ കമ്പനി ഒന്ന് തുറക്കണം, പിന്നെ സുഖസൗകര്യങ്ങളാണെങ്കിലും ഇത്രയും വലിയൊരു സ്വപ്നമൊന്നും ഞാൻ കണ്ടിരുന്നില്ല. കഷ്ടിച്ച് ജീവിക്കാനുള്ള ഇത് ലഭിക്കണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കുറേ ചലഞ്ചസ് നേരിടേണ്ടി വന്നു. കാരണം അന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെന്നൈയിൽ ഇറങ്ങുന്ന അതേ ദിവസം തന്നെയാണ് ഞങ്ങളുടെ കമ്പനിയും വീടുകളും CBI റെയ്ഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ CBI എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ്റെ ബിസിനസ് ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ലേബർ കോർട്ടും ലേബർ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യേണ്ടി വന്നു. പിന്നെ പുതിയ ഫാക്ടറി ഉണ്ടാക്കുക, പുതിയ ഓഫീസ് സെറ്റപ്പ് ചെയ്യുക, പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെ തികച്ചും പരുക്കനായ സാഹചര്യത്തിൽ നിന്നും വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് വ്യാവസായിക ജീവിതത്തിലെ ഔദ്യോഗിക ഏട് തുറന്ന അനൂപ് സ്ഥാപനത്തിന്റെ സ്ഥിതിയും പ്രശ്നങ്ങളും അറിഞ്ഞ് ഉത്തരവാദിത്വത്തിലൂന്നിയ പരീക്ഷണങ്ങളിലേക്ക് നീങ്ങി. ഉൽപ്പന്ന ഗുണമേന്മയ്ക്കാണ് ആദ്യ പരിഗണന നൽകിയത്. ക്വാളിറ്റിയാണ്. കാരണം നല്ല ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി ആണ് ഏറ്റവും മുഖ്യമെന്ന് എനിക്ക് അന്നേ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ മെഡിമിക്സ് ആണെങ്കിൽ ഒരു ഹാൻഡ് മെയ്ഡ് സോപ്പാണ്. അപ്പോൾ അമ്മാവൻ അന്ന് പറഞ്ഞത് ഒരു ദിവസം നമുക്കൊരു 5000 സോപ്പ് ഉണ്ടാക്കാൻ സാധിച്ചാൽ തന്നെ അത് വലിയ കാര്യമാണ്. അത് 5000 10,000 ആക്കാൻ പറ്റുമെന്ന് ഒന്ന് ശ്രദ്ധിക്കൂ എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് 5-6 ലക്ഷം സോപ്പ് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും. യാതൊരു പ്രശ്നവുമില്ലാതെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള എഫേർട്സാണ്. പിന്നെ തൊഴിലാളികൾക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുക, അവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ക്വാളിറ്റി. ഞങ്ങൾ ഓരോ വർഷം ചെല്ലുന്നവർ മെഡിമിക്സ് ഉപയോഗിക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഓരോ വർഷവും അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ തരം മെച്ചപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഔഷധ ഗുണത്തിനപ്പുറം വ്യാവസായിക രംഗത്ത് ഹാൻഡ്മെയ്ഡ് എന്ന അപൂർവതയും മെഡിമിക്സിനെ സഹായിച്ചിരുന്നു. അത് നിലനിർത്തിക്കൊണ്ട് ഉൽപ്പന്നക്ഷമത കൂട്ടി വിപണി സാഹചര്യം വിപുലമാക്കി സോപ്പിനെ ജനപ്രിയമാക്കാനാണ് അനൂപ് ശ്രമിച്ചത്. അത് ഉടനടി ഫലം കണ്ടെത്തുകയും ചെയ്തു. അല്ല, തീർച്ചയായിട്ടും. ഈവൻ ലാമിനേറ്റഡ് കാർട്ടൺ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മെഡിമിക്സ് ആണ്, ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ. അതൊരു വലിയ മാറ്റമായിരുന്നു. അത് 85 മറ്റാണ് അത് ചെയ്തത്. പിന്നീട് സോപ്പിൻ്റെ ഷേപ്പ്, കളറ് എല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് മാർക്കറ്റ് ഫീഡ്ബാക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. അതിൻ്റെ മണം ഞങ്ങൾ തന്നെ വളരെയധികം റിസർച്ച് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുത്ത ഒരു പെർഫ്യൂമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് വളരെ ഇഫക്റ്റീവാണ്, ജനങ്ങൾക്ക് വളരെ പ്രിയങ്കരമായി മാറി.
മെഡിമിക്സിൽ മെഡിമിക്സിൻ്റെ തന്നെ കോഫ് സിറപ്പ് ഇറക്കി, അത് പിന്നീട് ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നു. പിന്നെ ട്രാൻസ്പെറൻറ്റ് സോപ്പ്, മെഡിമിക്സിൻ്റെ പേരിൽ തന്നെ ഹാൻഡ് വാഷ് രണ്ടുണ്ട്, സാൻഡലും ക്ലാസിക്കും. അങ്ങനെ മെഡിമിക്സ് മെല്ലെ സോപ്പിൽ നിന്നും മറ്റ് പല മേഖലകളിലേക്കും സഞ്ചരിച്ചു. എല്ലാം ജനങ്ങൾ കൗതുകത്തോടെയും ആവേശത്തോടെയുമാണ് സ്വീകരിച്ചത്. ദിനംപ്രതിയുള്ള ഉൽപാദനം 5000-ൽ നിന്നും 10,000-ലേക്കും 20,000-ലേക്കും പിന്നെ 1,00,000-ലേക്കുമൊക്കെ കടന്നു ചെന്നു. മാത്രമല്ല വിപണിയിലും ഇവ അതിവേഗം വിറ്റഴിയുകയും ചെയ്തു. ഒപ്പം തന്ത്രപരമായ മാറ്റങ്ങളും കൊണ്ടുവന്നു. എങ്കിലും അന്ന് ഡോക്ടർ സിദ്ധൻ തുടങ്ങിവെച്ച കൈകൊണ്ടുള്ള ഉൽപാദന പ്രക്രിയ ഇന്നും കൈവിടാൻ അനൂപ് തയ്യാറായിട്ടില്ല. യന്ത്രവൽക്കരണം മറ്റ് മേഖലകളിൽ കടന്നുവന്നെങ്കിലും സോപ്പ് നിർമ്മാണത്തിൽ ഹാൻഡ്മെയ്ഡ് എന്ന അടിസ്ഥാന തത്വം തന്നെയാണ് കാലങ്ങൾ കഴിഞ്ഞിട്ടും പിന്തുടരുന്നത്. അതും ഉൽപ്പന്ന മികവിനു വേണ്ടി മാത്രം. മെഡിമിക്സിൻ്റെ യുണീക്ക്നെസ്, USP എന്ന് പറയുന്നത് തന്നെ ഹാൻഡ്മെയ്ഡാണ്. അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം ഒരു മെഷീൻ മെയ്ഡ് സോപ്പ് ഉപയോഗിക്കുന്നതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് മെഡിമിക്സ് എന്ന്. അതിൻ്റെ ഒറ്റ നോട്ടത്തിൽ കണ്ട മെഷീൻ മെയ്ഡ് സോപ്പ് മാതിരി തന്നെ തോന്നും. അതിനനുസരിച്ചുള്ള മെഷീനറീസ് ഞങ്ങൾ തന്നെ ഇൻഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് യാതൊരുവിധ പവറും ഉപയോഗിക്കാതെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി തീരെ ആവശ്യമില്ല. തൊഴിലാളികളാണെങ്കിലും വർഷങ്ങളായുള്ള പരിശീലനം കാരണം അവർ ചെയ്യുന്ന സ്പീഡ് ഏതാണ്ട് മെഷീനിന് ഈക്വലായിട്ടാണ്. പാക്ക് ചെയ്യുന്നതായാലും ശരി, സോപ്പ് സ്റ്റാമ്പ് ചെയ്യുന്നതായാലും ശരി, എല്ലാം വളരെ ഇതാണ്. ഇതുവരെ നാം പറഞ്ഞത് ചരിത്രം. 3 ദശകങ്ങൾ കഴിയുമ്പോഴും മെഡിമിക്സ് സോപ്പ് ഇന്ത്യയുടെ ഇഷ്ടവിഭവമായി തുടരുന്നു. ഡോക്ടർ KP സിദ്ധൻ കാലയവനികയിലേക്ക് മറയുകയും ചെയ്തു. എങ്കിലും അദ്ദേഹവും അനൂപും തുടങ്ങിവെച്ച സംരംഭം വ്യത്യസ്തതകളിലേക്ക് വിജയപൂർവം കടന്നു ചെല്ലുകയാണ്. മെഡിമിക്സിന്റെ ഉൽപ്പന്ന ശ്രേണിയിൽ ഏറ്റവും പുതുതായി ഗ്ലിസറിൻ സോപ്പും ഇപ്പോൾ വിപണിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. AVA ഗ്രൂപ്പിന്റെ ഈ ഉൽപ്പന്നം ജനങ്ങൾ സഹർഷം സ്വാഗതവും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മെഡിമിക്സ് കാലത്തിന് നൽകുന്ന കൈനീട്ടമായാണ് ഈ പുതിയ ഉൽപ്പന്നം. അത് മെഡിമിക്സ് ഗ്ലിസറിൻ എന്നാണ്. അത് 3 കളറിൽ ഗ്ലിസറിൻ സോപ്പാണ്. അത് ഓരോ സോപ്പും ഓരോ വ്യത്യസ്തതരമായ ചർമ്മങ്ങൾക്ക് യോജിച്ച തരത്തിലുള്ള ഗ്ലിസറിൻ സോപ്പാണ്. അതിന് നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. ഇന്ന് നിരവധി സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന AVA ഗ്രൂപ്പ് മേധാവി വ്യക്തമായ ടൈം മാനേജ്മെന്റിലൂടെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാവസായിക മേഖലയിലും കലാരംഗത്തും ചലച്ചിത്ര രംഗത്തും ഒരുപോലെ ശ്രദ്ധിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു. തിരുവനന്തപുരം MG കോളേജിൽ നിന്നും കോമേഴ്സിൽ ഉന്നത ബിരുദം നേടി ചെന്നൈയിലെത്തി ആയുർവേദ സോപ്പിന്റെ അധിപനായി മാറിയ അനു യഥാർത്ഥത്തിൽ കുടുംബ പാരമ്പര്യത്തിന്റെ സമകാലിക നിയോഗത്തിലേക്ക് യാദൃശ്ചികതകളിലൂടെ കടന്നെത്തുകയായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അമ്മാവൻ്റെ വീട്ടുകാരായാലും ശരി, എൻ്റെ അച്ഛൻ്റെ സൈഡിലായാലും ശരി, എല്ലാം ആയുർവേദ ചികിത്സകർ ധാരാളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു നേരിട്ട് വന്നിട്ടുള്ളൊരു കുടുംബമാണ്. അപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ച, ആയുർവേദ രംഗത്ത് ചികിത്സിച്ചവരും അലോപ്പതി രംഗത്ത് ചികിത്സിച്ചവരും ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛൻ തന്നെ ശ്രീനാരായണ ഗുരുവിനെ ചികിത്സിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ആ കാലത്ത് കുടുംബത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു എണ്ണ, അത് ഈ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ ഇഫക്റ്റീവായിരുന്നു. അപ്പോൾ ഡോക്ടർ സിദ്ധൻ റെയിൽവേയിൽ ജോലി ചെയ്തപ്പോൾ, നിങ്ങൾക്കറിയാം ഈ റെയിൽപാളത്തിലൊക്കെ ജോലി ചെയ്യുന്ന കലാസികൾ എന്ന് പറയും, അവർക്കെല്ലാം ചർമ്മരോഗങ്ങൾ വളരെ അധികമാണ്. അപ്പോൾ ഈ രോഗം കണ്ടിട്ട് ഇതിനെപ്പറ്റി മരുന്ന് എന്തുണ്ടെന്ന് അദ്ദേഹം ആലോചിച്ചപ്പോഴാണ് കുടുംബത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു മരുന്ന്, 18 മരുന്ന് ചേർന്ന ഒരു മരുന്നാണ്. അത് അദ്ദേഹം കൊടുത്തു നോക്കി, നല്ല ഗുണപ്രദമായിട്ട് തോന്നി. അപ്പോൾ അത് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു രൂപത്തിൽ എങ്ങനെ കൊടുക്കാം എന്ന് ആലോചിച്ചിട്ടാണ് അതൊരു സോപ്പാണ് നല്ലതെന്ന് തോന്നി സോപ്പിലേക്ക് അത് അദ്ദേഹം മാറ്റുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ ഈ സോപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് അവർ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അത് മെഡിക്കൽ ഷോപ്പിൽ വിൽക്കാൻ തുടങ്ങി. ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സോപ്പായിട്ടാണ് 10 വർഷത്തോളം മെഡിമിക്സ് വിറ്റിട്ടുള്ളത്.
പിന്നെ അതൊരു ചരിത്രമാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലും ശുശ്രൂഷിക്കുകയും ചികിത്സിക്കുകയും ചെയ്ത് പാരമ്പര്യമുള്ള സ്വന്തം തറവാടിന്റെ നിയോഗ പിന്തുടർച്ചയായാണ് ഇവിടെ എത്തിയതെന്ന് അനൂപ് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ ചരിത്രത്തിന്റെ ഭാഗഭാക്കായി നിലവിലെ നേതൃത്വം അനൂപിന്റെ കരങ്ങളിലേക്ക് എത്തിയപ്പോൾ അതിനൊത്ത കാലിക പ്രസക്തിയുള്ള അത്യാവശ്യ കമോഡിറ്റിയാക്കി മെഡിമിക്സിനെ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിനോടൊപ്പം യഥാർത്ഥ ആയുർവേദത്തെ പ്രചരിപ്പിക്കുവാനും സമയവും സംവിധാനവും അദ്ദേഹം കണ്ടെത്തി. സഞ്ജീവനം എന്ന സംരംഭം ദക്ഷിണേന്ത്യയിൽ അതിന്റെ ഭാഗമായാണ് തുടങ്ങിയതും. അത് കഴിഞ്ഞാണ് പിന്നെ ആയുർവേദ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങുന്നത്. ആയുർവേദ ചികിത്സാ കേന്ദ്രമായ സഞ്ജീവനം ആരംഭിച്ചു. സഞ്ജീവനത്തിന് അവിടെ യോഗയും മറ്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് എല്ലാം സമന്വയിച്ചുകൊണ്ടുള്ള ഒരു സെൻ്ററാണ്. അതുപോലെ തന്നെ പ്രകൃതി ജീവനം പാലിക്കുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും അതിനോടൊപ്പം ഉണ്ട്. ചെന്നൈയിലും ബാംഗ്ലൂരും എല്ലാം നടത്തുന്നുണ്ട്. അങ്ങനെ ശുദ്ധവും പൗരാണികവുമായ ആയുർവേദം പകരുന്നതിനൊപ്പം കാലം കൈവിട്ട അപൂർവ ചികിത്സാരീതികൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇവിടെ മുൻതൂക്കം നൽകുന്നു. അതിനായി AVA ഗ്രൂപ്പ് നടത്തുന്ന ശ്രമങ്ങൾക്കൊപ്പം സമാന ചിന്താഗതിക്കാരുമായി ആയുർവേദ ഗവേഷണത്തിന്റെ പ്രത്യേക ക്ലസ്റ്റർ തന്നെ രൂപീകരിച്ചിരിക്കുന്നു. ആയുർവേദം ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോക വിപണനം പിടിച്ചടക്കേണ്ട ഒരു സംഭവമായിരുന്നു. പക്ഷേ ചൈനീസ് എല്ലാം അതിനു മുമ്പ് നമ്മളെക്കാട്ടും കൂടുതൽ അഡ്വാൻസായി. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ അറിവ് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യാൻ വൈകിപ്പോയി എന്നുള്ളതാണ്. വർഷങ്ങൾ 10, 2000, 3000 വർഷം പഴക്കമുള്ള ആയുർവേദ അറിവ് എല്ലാ മരുന്നുകളെക്കുറിച്ചും ഇതില്ല. അപ്പോൾ അതുകൊണ്ടാണ് പല പാറ്റൻറ്റുകളും നമുക്ക് നഷ്ടപ്പെട്ടത്. വിദേശികൾ വന്ന് നമ്മുടെ അറിവ് കൊണ്ടുപോയി അവർ പാറ്റൻറ്റ് ചെയ്തു. ഇപ്പോൾ കേരള ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും ISM ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഡോക്യുമെൻറ്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. പലരും വൈദ്യന്മാരുടെ ഒറ്റമൂലികൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹിൽ സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ ട്രൈബൽസിന് പോലും അവരുടേതായ ചികിത്സാ രീതികളുണ്ട്. ഇതൊക്കെ പല വിദേശീയരും വന്ന് ഇവിടുന്ന് അവരോട് ചോദിച്ച് ചെറിയ പണം കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം മാറണം. പിന്നെ കേരളത്തിലിപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പ്രധാന ആയുർവേദ കമ്പനികളെല്ലാം കൂടെ ചേർന്ന് ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി ഒരു ക്ലസ്റ്റർ തുടങ്ങിയിട്ടുണ്ട്, കെയർ കേരള എന്ന് പറയും. അതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെയാണ് ആയുർവേദത്തിന് പരസ്പരം മത്സരിക്കാതെ ആയുർവേദത്തിനെ ഒരു ചികിത്സാ രീതിയായി കണ്ടുകൊണ്ട് മാക്സിമം ബെനിഫിറ്റ് നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരാം. അപ്പം അതിന് കൊരട്ടിക്കടുത്ത് സ്ഥലമുണ്ട്. അതൊരു എല്ലാം ഫാക്ടറിയും റിസർച്ച് ലാബറട്ടറി എല്ലാം റെഡിയാണ്. പിന്നെ ആയുർവേദ രംഗത്ത് ആവശ്യമുള്ള പച്ചമരുന്നുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ക്വാളിറ്റി, കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി ലഭിക്കാനുള്ള എല്ലാ ഇതും അവിടെ ലഭിക്കുന്നുണ്ട്. കൊച്ചിയിലെ തന്റെ താൽക്കാലിക ഓഫീസിൽ അങ്ങനെ വിവിധ വിഷയങ്ങളുമായി സംവദിച്ചു കഴിയുന്ന അനൂപിന് ഇവിടെ ചലച്ചിത്ര കാര്യങ്ങളും വിഷയമാകുന്നു. നല്ല ചിത്രങ്ങളും കലാമൂല്യമുള്ള സിനിമകളും മലയാളത്തിലും തമിഴിലും സമ്മാനിച്ച അനൂപ് ഈ രംഗത്തേക്ക് ഒരു കടപ്പാടുമായാണ് കടന്നെത്തുന്നത്. തന്റെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെ തന്നെയും വിജയത്തിനുടമയായ ശ്രീനാരായണ ഗുരുവിനോടുള്ള കാണിക്കയായി. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഞാൻ നാടകം അഭിനയിക്കും കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ. അപ്പം അതുകൊണ്ട് സിനിമാ രംഗത്തുള്ളവരായിട്ട് നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെ മെഡിമിക്സിൻ്റെ ഫിലിം അവാർഡുകൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫിലിം അവാർഡ് തുടങ്ങിയൊരു കമ്പനിയാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് സിനിമാ രംഗത്തെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ താങ്കൾ പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ, അത് ഒരു സന്ദേശമായി സിനിമയിലൂടെ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ സംവിധായകൻ R. സുകുമാരൻ എന്നെ സമീപിക്കുകയും ആ സ്ക്രിപ്റ്റിൽ എനിക്ക് താല്പര്യം തോന്നിയതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ നിർമ്മാതാവാകുന്നത്. യുഗപുരുഷന്റെ നിർമ്മാണത്തിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് വന്ന അനൂപ് നിരവധി ചിത്രങ്ങൾ അതിനുശേഷം മലയാളത്തിലും തമിഴിനും നൽകി. സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇപ്പോൾ മോഹൻലാലുമായി ചേർന്ന് പുതിയൊരു സംരംഭത്തിന്റെ പണിപ്പുരയിലാണ്. ഇതിനിടെ സാമൂഹ്യ പ്രതിബദ്ധതയും കുടുംബമൂല്യവുമുള്ള ഹ്രസ്വചിത്രത്തിന് ദേശീയ പുരസ്കാരവും അനൂപിനെ തേടിയെത്തി. അത് തമിഴിൽ ചെയ്ത അപ്പുവിൻ നായകൻ എന്ന ഒരു ഹ്രസ്വചിത്രം, അത് ബെസ്റ്റ് ഫിലിം ഓൺ ഫാമിലി വാല്യൂസ്, അത് 2010 കിട്ടിയത്.
അതിനു മുമ്പേ എനിക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയത് ബിഫോർ ദ ബ്രഷ് സ്റ്റോപ്പ് എന്ന് രാജാ രവിവർമ്മയെക്കുറിച്ച് എടുത്തൊരു ചിത്രം. പിന്നെ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ, മമ്മൂട്ടി രഞ്ജിത്ത് ചിത്രം, അതിന് ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് കിട്ടി. പിന്നീട് ഒരുവിധ എല്ലാ അവാർഡുകളും പല ചിത്രങ്ങൾക്കായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സിനിമയിൽ മാത്രമല്ല, കോളേജ് ജീവിതം പഠിപ്പിച്ച രംഗകലയിലും അനൂപ് ഇന്നും സാന്നിധ്യം തുടരുന്നു. നിരവധി നാടകങ്ങൾ സ്വന്തം താല്പര്യത്തിനപ്പുറം സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിലൂടെ പല പല വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ മുതൽ ചരിത്രാഖ്യായികൾ വരെ ഇത്തരത്തിൽ അരങ്ങേറുന്നു. പഠിക്കുന്ന കാലത്ത് ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ്. പക്ഷെ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്പലത്തിൽ പോയി പൂജ നടത്തുന്നതിനെക്കാട്ടും എനിക്ക് മനസ്സിന് തൃപ്തി കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് റിലീവർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വിദേശയാത്ര പോകുന്നതിനേക്കാൾ ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നത്, എൻ്റെ മനസ്സിന് സുഖം കിട്ടുന്നത് ഒരു നാടക റിഹേഴ്സൽ ക്യാമ്പ്, അവിടെ കുറേ സുഹൃത്തുക്കളുമായിട്ട് മാസങ്ങളോളം കിട്ടുന്ന സമയം, രാത്രിയിലായാലും ആ സമയത്ത് പോലും ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യും. അത് കഴിഞ്ഞ് നാടകം ചെയ്ത് അതിന് നല്ല റെസ്പോൺസ് ഓഡിയൻസിൽ നിന്ന് കിട്ടുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അത് തന്നെയാണ് അതിൻ്റെ താല്പര്യം. ചെന്നൈയിൽ ഇപ്പോൾ ടീം ആർട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാടക സംഘടന, ഞാൻ എൻ്റെ ചെയർമാനാണ്. അവിടെ ഞങ്ങൾക്ക് ഇന്ന് വളർന്നു വരുന്ന കുട്ടികളടക്കം മുതിർന്നവരടക്കം എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ്. ഈ രംഗത്തൊക്കെ നിലനിൽക്കുകയാണെങ്കിലും വ്യവസായ രംഗത്തെ വികസനത്തിനും മാറ്റത്തിനും അനൂപ് ശ്രദ്ധ ചെലുത്തുന്നുമുണ്ട്. ഇന്ന് 5 ലക്ഷത്തോളം സോപ്പ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് നിഷ്ഠ പോലെ പുരോഗമിക്കുന്നത് ലോകത്തിന്റെ പല കോണുകളിലും ഇരുന്ന് നിയന്ത്രിക്കുകയാണ് അനൂപ്. അതുകൊണ്ട് തന്നെ അത് ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്നും അദ്ദേഹം കരുതുന്നു. പിന്നെ ഞാൻ വർക്ക് ഡെലിഗേറ്റ് ചെയ്തിരിക്കാം. എൻ്റെ ഓഫീസിലായാലും വർക്കേഴ്സിനാണെങ്കിലും എൻ്റെ തൊഴിലാളികൾക്കെല്ലാം കിട്ടിയിട്ടുള്ള ട്രെയിനിങ് അങ്ങനെയാണ്. അവർ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് പണിയാണ്. അപ്പോൾ കമ്പനിയുടെ പ്രസിഡന്റ് മുതൽ താഴെയുള്ള ഒരു വർക്കർ വരെ അവർക്ക് ജോലിയെക്കുറിച്ചുള്ള ധാരണയുണ്ട്, ബോധമുണ്ട്, ക്വാളിറ്റി കോൺഷ്യസ് ആണ്. ഇപ്പോൾ GMP ഫാക്ടറീസാണ്. അപ്പോൾ അതെല്ലാം അവർക്ക് വളരെ കൃത്യമായി അറിയാം. അവർക്ക് ഞാനിപ്പോൾ സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ഫാക്ടറി ഉണ്ട്. അവിടെയൊന്നും ഇപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളല്ല ഉള്ളത്, എല്ലാം നമ്മൾ ട്രെയിൻ ചെയ്ത ആളുകൾ തന്നെയാണ്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഭാവി പരിപാടികൾക്കാണ് ഇപ്പോൾ എൻ്റെ മകളും മരുമകനും എല്ലാം ജോലിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദിവസവും ഫാക്ടറി പോകേണ്ട ആവശ്യമില്ല, ദിവസവും എൻ്റെ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ല. അതേസമയം ഐപാഡ് മൂലം അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്ക് എന്ത് നിർദ്ദേശം വേണമെങ്കിലും അപ്പം എനിക്ക് കൊടുക്കാൻ, ഞാൻ എവിടെയാണെങ്കിലും എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഒരു സൗകര്യം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ചെക്ക് സൈൻ ചെയ്യുന്ന പോലും ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുകയാണ്, ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയമാണ് ഞാൻ ഇങ്ങനെയുള്ള കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങളിൽ, കാരണം സോപ്പ് ഞാൻ നേരിട്ട് പോയി ചെയ്താലും ഇല്ലെങ്കിലും സോപ്പ് ഉണ്ടാവും, അതേ ഗുണമുണ്ടാവും, അതുണ്ടാവും. അപ്പോൾ മറ്റ് കാര്യങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അതുകൊണ്ടാണ്. ഈ കൂട്ടായ്മയ്ക്കൊപ്പം അനൂപിന്റെ മനസ്സിലുദിച്ച ആശയങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത സംരംഭങ്ങളിലായി നടപ്പിലാക്കുകയുമാണ്. കൊച്ചിയിൽ മെഡിക്കൽ കോളേജും മന്ദിര സമുച്ചയങ്ങളുമൊക്കെ അതിൻ്റെ ഭാഗമായി തന്നെ വേണം കാണുവാൻ. അതല്ല, ഞാനിപ്പോൾ മറ്റ് പല രംഗങ്ങളിൽ നിന്നും പിന്മാറി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കും. ഞാൻ എത്രയോ 100 കണക്കിന് കുട്ടികളെ ഞാൻ സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്ന ഒരാളാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായൊരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. ചെന്നൈയിലെ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ഉണ്ട്, മലയാളി സംഘടനയാണ്. കുമാരനാശാൻ്റെ പേരിലുള്ള ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സംഘടനയായിരിക്കും. അപ്പോൾ അവിടെ CBSE സ്കൂൾ, മെട്രിക്കുലേഷൻ സ്കൂൾ വെച്ചാണ് തുടങ്ങുന്നത്. അത് ശ്രീ AK ഗോപാലൻ എന്ന് പറഞ്ഞ ഒരു ചെന്നൈയിലെ പ്രമുഖ മലയാളിയാണ് ആരംഭിക്കുന്നത്. അതുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾക്കിപ്പോൾ അവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്, മാനേജ്മെൻറ്റ് കോളേജുണ്ട്, B സ്കൂളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, ഹോട്ടൽ മാനേജ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ദന്തൽ കോളേജ് വരെ തുടങ്ങി. അതിനുവേണ്ടി കുറേ സമയം ഞാൻ ചെലവഴിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് ഒരു മെഡിക്കൽ കോളേജ്, അലോപ്പതി മെഡിക്കൽ കോളേജും തുടങ്ങിയിട്ടാണ്. കാരണം വിദ്യ നമുക്ക് തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈവൻ എൻ്റെ തൊഴിലാളികൾ തന്നെ, ഫാക്ടറിയിലെ വർക്കേഴ്സിനെല്ലാം ഞാൻ അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശവും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടാണ്. അടുത്ത തലമുറ അവർ വിദ്യാഭ്യാസമുള്ളവരാകണം, വലിയ അപ്പോൾ പലരും ആയിക്കഴിഞ്ഞു എന്നുള്ളത്. അതല്ല, ഞാനിപ്പോൾ മറ്റ് പല രംഗങ്ങളിൽ നിന്നും പിന്മാറി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കും. ഞാൻ എത്രയോ 100 കണക്കിന് കുട്ടികളെ ഞാൻ സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്ന ഒരാളാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായൊരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്.
ചെന്നൈയിലെ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ഉണ്ട്, മലയാളി സംഘടനയാണ്. കുമാരനാശാൻ്റെ പേരിലുള്ള ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സംഘടനയായിരിക്കും. അപ്പോൾ അവിടെ CBSE സ്കൂൾ, മെട്രിക്കുലേഷൻ സ്കൂൾ വെച്ചാണ് തുടങ്ങുന്നത്. അത് ശ്രീ AK ഗോപാലൻ എന്ന് പറഞ്ഞ ഒരു ചെന്നൈയിലെ പ്രമുഖ മലയാളിയാണ് ആരംഭിക്കുന്നത്. അതുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾക്കിപ്പോൾ അവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്, മാനേജ്മെൻറ്റ് കോളേജുണ്ട്, B സ്കൂളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, ഹോട്ടൽ മാനേജ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ദന്തൽ കോളേജ് വരെ തുടങ്ങി. അതിനുവേണ്ടി കുറേ സമയം ഞാൻ ചിലവഴിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന ഒരു മെഡിക്കൽ കോളേജ്, അലോപ്പതി മെഡിക്കൽ കോളേജും തുടങ്ങിയിട്ടാണ്. കാരണം വിദ്യ നമുക്ക് തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവൻ എൻ്റെ തൊഴിലാളികളുണ്ട്, ഫാക്ടറിയിലെ വർക്കേഴ്സിനെല്ലാം ഞാൻ അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശവും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടാണ്. അടുത്ത തലമുറ അവർ വിദ്യാഭ്യാസമുള്ളവരാകണം. വലിയ അപ്പോൾ പലരും ആയിക്കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ സർവ്വമേഖലകളിലും സംഭാവനകളുമായി ഒരു ദിനത്തിന്റെ തിരക്ക് കഴിഞ്ഞ് അങ്കമാലിയിലേക്ക് മടങ്ങിയെത്തുന്ന അനൂപിന് ഇവിടെയും വിശ്രമം ആഗ്രഹിക്കുന്നില്ല. ലോകത്തെ വിവിധ കോണുകളിലെ സംരംഭങ്ങളുമായി ആശയവിനിമയം നടത്തിയും സുഹൃത്തുക്കളുമായി സംവദിച്ചും ആരോഗ്യപരമായ ബന്ധം ഊഷ്മളമായി തന്നെ നിലനിർത്തുകയാണ്. ഒരുപക്ഷെ പോയ വഴി മറക്കാത്ത അനൂപിന്റെ ഈ മനസ്സ് തന്നെയാണ് ജീവിത വിജയത്തിന് കാരണമാകുന്നതും. കോളേജ് സുഹൃത്തുക്കൾ അക്കാര്യം തന്നെയാണ് നമ്മോട് പറയുന്നതും. അതൊരു വലിയ മനുഷ്യനാണെങ്കിലും ആ ഒരു ജാടകളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമ്മളോടൊപ്പം പെരുമാറുന്നു, നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നു. അതാണ് ഞാനൊരു പുള്ളിയിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. അതായത് വളരെ എളിമയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ രീതിയിലാണ് പുള്ളി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി ഒരുപാട് പുള്ളി ഉയരങ്ങളിലെത്താനും അപൂർവ ബഹുമതികളും അപൂർവമായ പേരിലും പ്രശസ്തിയിലും എത്തിപ്പറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അപ്പോൾ ഡ്രീം ചെയ്ത് ആ ഡ്രീം എത്തിച്ചേരാനുള്ള ഹാർഡ് വർക്ക് അതാണ് അത് പുള്ളിയിലുള്ളത്. മാത്രമല്ല സമൂഹത്തിനോടും പ്രകൃതിയോടും എല്ലാത്തിലും അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലാണ് അദ്ദേഹത്തിൻ്റെ ആ മൂവ്. പിന്നെ ഈ ഹംബിൾനെസ്, എല്ലാവരോടുമുള്ള കരുണ, കൂടെ പഠിക്കുന്നവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും അവിടെ എത്തിച്ചേരുകയും അവരോടുള്ള ഒരു സമീപനമെല്ലാം പറയത്തക്കാണ്. സാമൂഹികമായിട്ടും എല്ലാ രംഗത്തും ഒരു ഉയർന്ന വ്യക്തിത്വമായിട്ട് നിൽക്കുകയാണ്. അപ്പോഴും നമ്മുടെ പഴയ സുഹൃത്തുക്കളെ കാണാനും നമ്മളോടൊപ്പം സമയം ചിലവഴിക്കാനും പുള്ളി സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. നമുക്കൊക്കെ എന്താവശ്യം, അത് കല്യാണമായാലും മരണമായാലും ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നു, അതിൽ പങ്കാളിയാകുന്നു. അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ അതിപ്പോൾ പലതും പുറത്ത് വരുന്നില്ല. ഞങ്ങൾക്കുള്ളിൽ പലർക്കും അറിയാം അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളുടെ ആഴം. അപ്പോൾ ഇതൊന്നും കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ആകുന്നില്ല. അദ്ദേഹം ഇനി ഭാവിയിൽ ഭാരതം കാണുന്ന, അല്ലെ കേരളം ഭാരതം കാണുന്ന ഏറ്റവും വലിയൊരു മകൾ വ്യക്തികളിൽ ഒരാളായി വരാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെയാണ്. അത്ര ഇൻഡസ്ട്രിയസ് ആണ്, അത്ര ഹാർഡ് വർക്കിംഗ് ആണ്, അത്ര ഡെഡിക്കേറ്റഡ് ആണ് അനൂപ്. സുഹൃത്തുക്കളുടെ ഈ വിശേഷണങ്ങൾക്കപ്പുറം ദേശീയ ബഹുമതികളും അനൂപിനെ തേടിയെത്തിയിരിക്കുന്നു. വ്യവസായം മുതൽ സിനിമ വരെയുള്ള മേഖലകളിൽ. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം മേഖലകളിലേക്ക് നവീന ആശയങ്ങൾ ഊതിക്കാച്ചിയെടുക്കുകയാണ് അനൂപ്. ജീവകാരുണ്യ മേഖലയിൽ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നിരവധി സംഭാവനകൾ ചെയ്യാൻ ഈ സാമൂഹ്യ സ്നേഹിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. മൂവാറ്റുപുഴയിലെ ഒരു ഗ്രാമം ദത്തെടുത്ത് നേത്രദാനം പ്രോത്സാഹിപ്പിച്ച ജ്യോതിർഗമയെയും പാവപ്പെട്ട കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള ഹൃദയരാഗവും അതിൻ്റെ ഭാഗമാണ്. ബിസിനസ്സിൽ തന്നെ നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. അപ്പോൾ ബിസിനസ് തലത്തിൽ ഞങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് ഞാൻ ഈ മലയാളി സംഘടനകളുമായി ബന്ധപ്പെട്ടപ്പോൾ അപ്പോൾ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ചതാണ്. ഇപ്പോൾ ഈ നേത്രദാനം എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു. അത് 2004 ലിംഗ ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡിൽ വന്നൊരു കാര്യമാണ്. ആദ്യമായിട്ടൊരു മലയാളി സംഘടന അങ്ങനെ വരുന്നത്. എത്രയോ പേർക്ക്, 100-ലധികം പേർക്ക് കാഴ്ച കിട്ടിയൊരു സംഭവമാണ്. അതുപോലെ ഹൃദയരാഗം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കറിയാം, ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന 100 കണക്കിന് കുട്ടികളുണ്ട്. 6 മാസത്തിനകത്ത് സർജറി ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകുന്നതാണ്. അപ്പം എല്ലാവരും നമുക്ക് സഹായിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇതുവരെ വേൾഡ് മലയാളി കൗൺസിൽ 164 കുട്ടികളെ ജീവൻ രക്ഷിച്ചു എന്നുള്ളതാണ്. ഇതിനു പുറമെ മദ്രാസ് ഗവൺമെന്റ് ആശുപത്രിയിൽ
അപകടത്തിൽപ്പെട്ടെത്തുന്നവരെ സഹായിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള സംവിധാനവും അനൂപ് ഏർപ്പെടുത്തി. അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നൂറുകണക്കിന് അനാഥപ്രാതങ്ങൾ ഇങ്ങനെ കുന്നുകൂടും. അതിലൂടെയാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, എന്തുകൊണ്ടാണ് ഇത്രയും പേർ മരിക്കുന്നത്, അപകട മരണങ്ങളൊക്കെ വന്നിട്ട് അതൊരു എന്തുകൊണ്ട് തിരിച്ചറിയാതെ പോകുന്നു. അങ്ങനെ ട്രോമ കെയർ വാർഡിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ മനസ്സിലായത്, ഹോസ്പിറ്റലിൽ ഇത്ര അധികം ഒന്നിച്ച് അപകടം സംഭവിച്ച ആളുകൾ വരുമ്പോൾ അവരെ നോക്കാനുള്ള ആളുകളില്ല. ദിവസവും രാത്രിയായി കഴിഞ്ഞാൽ കൂട്ടമായിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ പലരും ബോധമില്ലാതെ വരുന്നവരാണ്. ബോധം വരുന്ന സമയത്ത് അവരുടെ പേരും വിവരം ചോദിച്ചറിയാൻ ആളില്ല. രക്തം മാർന്നു വരുന്നവർക്ക് രക്തം കൊടുക്കാനോ അതിനെ കൊണ്ടുപോകാനൊന്നും ആളുകളില്ല. അങ്ങനെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ പെർമിഷനോടുകൂടി ഈ അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ ട്രോമ കെയർ വാർഡിലുള്ള സ്റ്റാഫിനെ ഞാൻ എംപ്ലോയ് ചെയ്തിരിക്കുകയാണ്. 24 മണിക്കൂർ നേരവും അവരാണ്, അവിടുത്തെ സ്റ്റാഫുണ്ട് അതിന് പുറമെ. അപ്പോൾ ഇങ്ങനെ വരുന്നപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ഒരാളെങ്കിലും ജീവൻ രക്ഷിക്കുക, ദിവസത്തിൽ ഒരാളെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ, മരിച്ചു പോകുന്ന ആളെ തിരിച്ചറിയാൻ അത് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ. അങ്ങനെ വ്യത്യസ്തമായ സംരംഭങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും പിരിമുറുക്കമില്ലാത്ത ജീവിതം സമൂഹത്തിന് സമർപ്പിച്ച് ആ ജീവിതം ആസ്വാദ്യകരമാക്കുകയാണ് ഈ ദിഷ്ണാശാലി. അങ്ങനെ ശരിയായ വീക്ഷണം എല്ലാ കാര്യത്തിലും പുലർത്തുന്ന അനൂപ് ബാല്യകാലം പഠിപ്പിച്ച സംഗീത സബരിയിലാണ് ഒരു ദിനത്തിൻ്റെ പിരിമുറുക്കത്തിന് ലാളിത്യം പകരുന്നത്, പുല്ലാങ്കുഴലിലൂടെ. ഈ കീർത്തനങ്ങളിലൂടെ തൻ്റെ മനസ്സിൻ്റെ പ്രാർത്ഥനകൾ ഈണമാക്കി ഒഴുക്കുകയാണ് അനു. എല്ലാം ഈശ്വര നിയോഗം പോലെ കണ്ട്. പ്രേരക ശക്തിയായിട്ടുള്ളത് ഒരു പക്ഷേ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ഭാര്യയും കുട്ടികളും, പിന്നെ ഈ തൊഴിലാളികൾ. 4000-5000 സോപ്പ് ഒരു ദിവസം ഉണ്ടാക്കിയത് ഇന്ന് 5 ലക്ഷത്തിന് മേലെ ഒരു ദിവസം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തൊഴിലാളികൾ തന്ന ഐഡിയാസാണ്. അങ്ങനെ ഒരു തൊഴിലാളിയുടെ പോലും നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചു. അതിലൂടെ വിജയം നേടിയ ഒരാളാണ് ഞാൻ. ഈശ്വരനും തീർച്ചയായിട്ടും ഈശ്വരനോട് കടപ്പാടുണ്ട്, സമൂഹത്തിനോട് കടപ്പാടുണ്ട്. ഇനി വരാനിരിക്കുന്നതെല്ലാം ഈ പറഞ്ഞ മാതിരി ഈശ്വരൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും കയ്യിലാണ്. അതെ, എവിടെയായാലും ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഒരു ദിന വിശ്രമത്തിന് മുമ്പുള്ള നിഷ്കർഷയിൽ ഈ പ്രാർത്ഥനയും വിടുന്നു. കുടുംബദേവതയുടെ അനുഗ്രഹം തേടിക്കൊണ്ട് നാളേക്കുള്ള ഊർജം സമാഹരിച്ച് ഒരു ദിനം കൂടി പിന്നിടുകയാണ്. ഇനി നാളെ നെടുമ്പാശ്ശേരിയിൽ നിന്നും ദുബായ് വഴി ബ്രിട്ടനിലേക്കാണ് പുതിയ സംരംഭങ്ങളുടെ മികവിനു വേണ്ടിയുള്ള സഞ്ചാരം. ആ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു.